അവർക്കും സന്തോഷ് സാറിനും പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഈ വട്ടെഴുത്ത് പഠന ക്ലാസിന്റെ തുടക്ക ദിവസം ഇതിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സന്തോഷ് സാറിനെ അദ്ദേഹം പറഞ്ഞു തന്ന വിവരങ്ങൾ വെച്ച് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സാറ് തൃശൂർ സ്വദേശിയാണ്. ഇപ്പോൾ സാറ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സാറ് കാലടി സംസ്കൃത സർവകലാശാലയിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തിന്റെ PhD പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 30-ന് മുമ്പ് അദ്ദേഹം തീസിസ് വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാറ് ഈ രാഘവാര്യ സാറിന്റെയൊക്കെ ആ ഒരു തലമുറയ്ക്ക് ശേഷം പുതിയ തലമുറയിലെ അറിയപ്പെടുന്ന പുരാലിപി വിദഗ്ധനാണ്. വേറൊരാൾ നമുക്കറിയാവുന്ന കൃഷ്ണരാജ് സാറാണ്. അപ്പൊ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പലർക്കും അറിയാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ 5 ലിപികളിൽ മലയാളം എഴുതിയിരുന്നു. അതായത് ഒരു ഭാഷ 5 ലിപികളിൽ എഴുതിയിരുന്നു. മാർത്തോമ നസ്രാണികളുടെ കത്തനാർമാര് കർശ്വൻ അതായത് സുറിയാനി ഉപയോഗിച്ച് മലയാളം എഴുതിയിരുന്നപ്പോൾ സാധാരണ വിശ്വാസികളും സാധാരണക്കാരും ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും വട്ടെഴുത്ത് ലിപി ഉപയോഗിച്ചാണ് മലയാളം എഴുതിക്കൊണ്ടിരുന്നത്. ആ മലയാളം പൊതുവിൽ അറിയപ്പെടുന്നത് ഇപ്പൊ ഉദയംപേരൂർ സുനോദോസിന്റെ കാനോനുകൾ നോക്കിയാൽ, അല്ലെങ്കിൽ ഈ കർശോനിലുള്ള ഒരു 16-ാം നൂറ്റാണ്ട് മുമ്പ് വരെയുള്ള രേഖകൾ നോക്കിയാൽ എല്ലാം മലയാഴ്മ എന്നാണ് ആ മലയാളത്തെ വിളിച്ചിരുന്നത്. അത് സാധാരണക്കാരുടെ ഒരു തമിഴിനോടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മലയാളമായിരുന്നു. ഇപ്പൊ 2 ലിപികൾ നമ്മൾ കണ്ടു. കർശോൻ ഉപയോഗിച്ച് നമ്മുടെ കത്തനാർമാർ എഴുതിയിരുന്നപ്പോൾ സാധാരണക്കാര് വട്ടെഴുത്തിലാണ് എഴുതിയിരുന്നത്. അതേസമയം ഒരു എലൈറ്റ് ക്ലാസ്, ഒരു വരേണ്യ വിഭാഗത്തിന്റെ ലിപി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സാർവത്രികമായി ഉപയോഗിക്കുന്ന ഗ്രന്ഥലിപി എന്നും ആര്യ എഴുത്തെന്നൊക്കെ അറിയപ്പെടുന്ന ലിപിയായിരുന്നു. അതേസമയം കുറച്ചും കൂടി വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ജൂതന്മാര്, കേരളത്തിലുണ്ടായിരുന്ന ചെറിയ സമൂഹമായ യഹൂദര്, അവര് മലയാളം എഴുതാൻ ഉപയോഗിച്ചിരുന്നത് ഹീബ്രു ആണ്. ആ മലയാളത്തിനെ ജൂത മലയാളം എന്നാണ് വിളിച്ചിരുന്നത്. കുറച്ചും കൂടി വടക്കോട്ട് പോയി കഴിഞ്ഞാൽ മാപ്പിളമാര്, മുസ്ലിങ്ങള് മലയാളം എഴുതാൻ ഉപയോഗിച്ചിരുന്ന അറബിയാണ്. അതിനെ അറബി മലയാളം എന്നും അറിയപ്പെട്ടിരുന്നു. അതൊരു ഈ അവസാനം പറഞ്ഞ 2ഉം സംസാര ഭാഷയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയ്ക്ക് അറബി മലയാളത്തിന്റെ നല്ലൊരു സ്വാധീനമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ലിപി, ഇപ്പൊ നമ്മൾ ഒരു ഭാഷ ഇപ്പോൾ നമ്മൾ ഒരു ലിപി ഉപയോഗിച്ച് എഴുതുന്നത് ഒരു 100 വർഷം മുമ്പ് അല്ലെങ്കിൽ 150 വർഷം മുമ്പ് 5 ലിപികൾ ഉപയോഗിച്ച് എഴുതിയിരുന്നു. അപ്പൊ നിങ്ങൾ പലരും ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വട്ടെഴുത്ത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? പ്രത്യേകിച്ച് ഹിന്ദു അക്കാദമി പോലുള്ള ഒരു സ്ഥാപനം നമ്മളുടെ ജീവാത്മാവും പരമാത്മാവും സുറിയാനിയാണ്, അല്ലെങ്കിൽ സുറിയാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷെ നമ്മുടെ സാഹിത്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കർശോനിലും സുറിയാനിയിലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പള്ളികളിലെ രേഖകൾ നോക്കുമ്പോൾ, പള്ളികളിലെ ശിലാലിഖിതങ്ങൾ നോക്കുമ്പോൾ പലതും വട്ടെഴുത്തിലാണ്. ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് പാമ്പാക്കുട പള്ളിയിലെ 1825, അതായത് കൊല്ലവർഷ 1000-ാം ആണ്ടില് പള്ളി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കർശന ലിഖിതമാണ്. ബാക്കി ലിഖിതങ്ങള്, പള്ളികളിലെ ലിഖിതങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, സാധാരണക്കാരുടെ ഇപ്പൊ പള്ളി കല്ലറകളിലെ ലിഖിതങ്ങൾ നോക്കുമ്പോൾ, ഇപ്പൊ മുട്ടിയാറ പള്ളിയിലെ 1528-ലും 1581-ലും നടന്ന 2 സംഭവങ്ങളെ ചേർത്ത് 1581-ൽ എഴുതിയ ലിഖിതം എല്ലാം പരിശോധിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ്. ഇതെല്ലാം വട്ടെഴുത്തിലാണ്. അപ്പോൾ നമ്മളുടെ പല പ്രധാനപ്പെട്ട വിവരങ്ങളും വട്ടെഴുത്തിൽ ഇരിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാര്, കാരണം ഒരു ലിപി ഉപയോഗിക്കാതായതോടുകൂടി അതിൽ അജ്ഞരായി തീർന്നു. ഇത് എന്താണ് എഴുതിയിരിക്കുന്നത്, ഈ ചരിത്രം എന്താണ് എന്ന് നമുക്ക് ആർക്കും യാതൊരു ധാരണയുമില്ല. പല പള്ളികളിലും ഈ വട്ടെഴുത്തിലുള്ള ലിഖിതങ്ങള് ആർക്കോ വേണ്ടിയൊക്കെ സൂക്ഷിക്കുന്നുണ്ട്, പലയിടത്തും നശിപ്പിക്കപ്പെട്ടു. അപ്പം നമ്മുടെ ചരിത്രം മനസ്സിലാക്കാൻ നമുക്ക് ഈ ലിപിയും കൂടി പഠിക്കുക അത്യാവശ്യമാണ് എന്നൊരു തോന്നലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വട്ടെഴുത്തിന്റെ പഠന ക്ലാസ് ആരംഭിച്ചിരിക്കുന്നത്.
നമ്മുടെ ഈ മെത്തേഡിന് പല പോരായ്മകളുണ്ടെങ്കിൽ പോലും നമ്മുടെ സമയത്ത് നമ്മുടെ വീടുകളിലേക്ക് ഈ ക്ലാസ് വരും. അതാണ് എനിക്ക് തോന്നുന്നു ഇത്രയും പേര് ഈ ക്ലാസ്സുകളിൽ ചേർന്നതിന്റെ ഒരു അടിസ്ഥാനപരമായ കാരണമെന്ന് തോന്നുന്നു. ഞാൻ അധികം നീട്ടുന്നില്ല. നിങ്ങളെല്ലാവരും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് സന്തോഷ് സാറിന് പറയാനുള്ളത്, അതുപോലെ നിങ്ങൾക്ക് സാറിനോട് ചോദിക്കാനുള്ളത് എല്ലാം നിങ്ങളെ ഓരോരുത്തരെയും ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ സന്തോഷ് സാറിന് മൈക്ക് കൈമാറുന്നു. താങ്ക് യു. കേൾക്കാമോ സാർ? കേൾക്കുന്നുണ്ട്. സാറേ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ സംസാരിച്ചു തുടങ്ങട്ടെ? കേൾക്കാം. ഓക്കെ. അതായത് ആദ്യം തന്നെ എനിക്ക് പരിചയമില്ലാതിരുന്ന ഇത്രയും ഒരു വലിയ ഒരു സദസ്സിനെ എനിക്ക് എന്റെ സൗഹൃദ വലയത്തിലേക്ക് കൊണ്ടുവന്ന് തന്ന ഷെല്ലി സാറിനും അതുപോലെ തന്നെ ജോസ്കുട്ടി അബ്രഹാം സാറിനും നന്ദി പറയുന്നു. ഇപ്പോ ഈ എന്നോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാരെല്ലാം എന്റെ പുതിയ സൗഹൃദത്തിൽ വന്നല്ലോ, നന്ദി. അപ്പോ എന്നോട് വട്ടെഴുത്ത് പഠിക്കണമെന്നാണ് നിങ്ങളെല്ലാവരും പറഞ്ഞത്. അപ്പോ അതില് ഉള്ള കാര്യം എന്താണ് എന്ന് വെച്ചാല്, ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ, നമുക്ക് ആരെയും ഒന്നും പഠിപ്പിക്കാൻ സാധിക്കില്ല. കേൾക്കാമോ? നമുക്ക് ആരെയും ഒന്നും പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇത് എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനേ സാധിക്കുള്ളൂ. പഠിക്കുന്ന എന്നുള്ളത് പഠിക്കുന്നവരുടെ ഉത്സാഹം പോലെയാണ് ആ പഠിപ്പിരിക്കുക. എനിക്ക് ഇതാരും പറഞ്ഞു തന്നിട്ടല്ല ഞാൻ പഠിച്ചത്. എനിക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അതിലേക്ക് പോവുകയും അത് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യവും എന്നാണ് ഞാൻ പറയുക. അതായത് നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ഉത്സാഹവും ഉണ്ടോ, എത്രത്തോളം പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അത്രത്തോളം ഈ ലിപി നമ്മുടെ കയ്യിലിരിക്കും. അതല്ല നമ്മളതൊരു ഉത്സാഹം ഇല്ലാതെയാണ് പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്രയും അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. അപ്പോ ഞാനിത് പഠിപ്പിക്കണമെന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞപ്പോഴ് ഞാന് ആദ്യം പറഞ്ഞത് തമിഴ് ലിപി പഠിക്കേണ്ട അതിന്റെ ആവശ്യമാണ്. അപ്പൊ നമ്മൾ വട്ടെഴുത്ത് പഠിക്കുമ്പോൾ തമിഴ് ലിപി പഠിച്ചാലാണ് വട്ടെഴുത്തിന്റെ പഠനം വളരെ കാര്യക്ഷമമായി നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അതെന്താണ് അങ്ങനെ ഞാൻ പറഞ്ഞത് എന്നാണെങ്കിൽ, ഇപ്പൊ വട്ടെഴുത്ത് പഠിക്കാൻ ആഗ്രഹിച്ചവര് ഞങ്ങളുടെ തലമുറയിലും, ഇപ്പൊ എനിക്ക് 48 വയസ്സുണ്ട്, എന്റെ കൂട്ടത്തിലും അതിലും മുതിർന്നവരും പലരും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും അത് സാധിക്കാതെ പോയതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ വട്ടെഴുത്തിലുള്ള രേഖകളെല്ലാം മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നത് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുക. ആ പഠനങ്ങളെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചത് തമിഴിലാണ്. ഇപ്പോ തിരുവിതാംകൂറിലെ നിങ്ങൾക്കറിയാം 56-ലാണ് കേരളം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് 49-ലാണ് തിരുവിതാംകൂറും കൊച്ചിയൊക്കെ ഒന്നാകുന്നത്. അതിനു മുൻപ് തിരുവിതാംകൂർ രാജ്യത്ത് അവിടുത്തെ അമ്പലങ്ങളിലും പള്ളിയിലും ഒക്കെ എഴുതിയിട്ടിരുന്ന രേഖകളെ പരിശോധിച്ച് അതിന്റെ പകർപ്പുകൾ പകർത്തിയെടുത്ത് അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡിപ്പാർട്ട്മെന്റാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയത്. ആ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസ് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളില് എല്ലാം തന്നെ ഈ ലിഖിതങ്ങളുടെ ഓരോ അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോഴാണെങ്കിൽ ആ ലിഖിതത്തിന്റെ ഒരു പകർപ്പ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന്റെ താഴെ ലിപിയായിട്ട് ലിപിയായിട്ട് എഴുതിയിട്ടുള്ളത് മലയാള ലിപിയല്ല, തമിഴ് ലിപിയാണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും താരതമ്യം ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ തമിഴ് അറിഞ്ഞാലല്ലാതെ ഇത് പറ്റില്ല. അപ്പൊ ആരെങ്കിലും ഒന്ന് ഉത്സാഹിച്ച് ഈ ഒരു ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസിന്റെ ഒരു വാള്യം വാങ്ങിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കാണുക, വട്ടെഴുത്തിന്റെ ഒരു ലിഖിതം കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ ഇപ്പോഴത്തെ ലിപി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടാവും തമിഴ.
അതാണ് ഇത് പഠിക്കാൻ ഉത്സാഹിച്ചവർക്കെല്ലാം ഉണ്ടായ തടസ്സം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ സാധനം അവിടെ ഉപേക്ഷിക്കും. എന്നാൽ എനിക്കുണ്ടായ ഗുണം എന്താ വെച്ചാൽ ഞാൻ തമിഴ് മുൻപേ പഠിച്ചിരുന്നു. അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം തമിഴ് പഠിക്കണം. രണ്ടാമത് തമിഴ് പഠിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഇനി ട്രാവൻകൂർ ആർക്കിയോളജി സീരീസിൽ അവര് ഇത് തമിഴിലേക്ക് എഴുതാൻ കാരണം ഇത് അവര് തമിഴാണെന്നാണ് വിചാരിച്ചത്. അതിനൊക്കെ ചരിത്രപരമായ പല കാര്യങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് വരാം. അപ്പൊ എന്തായാലും തമിഴ് നിങ്ങൾ അത്യാവശ്യം പഠിച്ചിരിക്കണം. തമിഴ് ഒരു പേജ് കണ്ടാൽ, ഒരു കഥ കണ്ട ഉള്ള പുസ്തകം കണ്ടാൽ അത് വായിക്കാൻ, അല്ലെങ്കിൽ ഒരു പത്രം കണ്ടാൽ വായിക്കാൻ ആയി കഴിഞ്ഞിട്ട് വട്ടെഴുത്ത് തുടങ്ങുന്നതാണ് വട്ടെഴുത്ത് നല്ലപോലെ പഠിക്കാൻ നല്ലത്. ഇനി മറ്റൊന്ന്, തമിഴ് പഠിച്ചു കഴിഞ്ഞാല് ഗ്രന്ഥാക്ഷരം പഠിക്കൽ എളുപ്പമാണ്. അതുകൊണ്ട് തമിഴ് പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കടക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഉപകാരമായിരിക്കും. അതാണ് ഒരു കാര്യം. രണ്ടാമത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ചരിത്രപരമായ കാര്യത്തിൽ കൊണ്ടാണ് ഇവര് ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസ് പ്രസിദ്ധീകരിച്ചിരുന്ന ആൾക്കാര് ഇത് തമിഴ് ലിപിയാണ് എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇത് തമിഴ് ലിഖിതങ്ങളാണ്. കിട്ടിയത് മുഴുവൻ കേരളത്തിൽ നിന്നാണ്. കേരളത്തിന്റെ ഏകദേശം തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം, കന്യാകുമാരി ഭാഗത്തു നിന്നുള്ള ലിഖിതങ്ങളാണ് ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസിൽ പ്രസിദ്ധീകരിച്ചതെങ്കിലും ഇത് മുഴുവൻ തമിഴാണ് എന്ന് അവർ വിചാരിക്കുന്നതിന് കാരണം ഉണ്ടായി. അപ്പൊ നമ്മൾ ആ കാരണം മനസ്സിലാക്കണമെങ്കിൽ വട്ടെഴുത്ത് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം. അപ്പോ വട്ടെഴുത്ത് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാല്, നമുക്കറിയാം അശോകനെ പറ്റി അറിയാം. സാമ്രാട്ട് അശോകൻ, അശോക ചക്രവർത്തി. ഈ പുള്ളിക്കാരൻ BC 3-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ ഏകദേശം 10-90% ഭാഗവും, അതുകൂടാതെ പാകിസ്ഥാൻ അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു അശോകൻ. ഈ അശോകന്റെ ലിഖിതങ്ങള് കർണാടകം മുതൽ അങ്ങ് വടക്കോട്ട് പാകിസ്ഥാൻ വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിന്റെ ലിഖിതങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ലിഖിതങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ലിപിയാണ് ബ്രാഹ്മി ലിപി. ഈ ബ്രാഹ്മി ലിപിയാണ് ഇന്ത്യയിലുള്ള എല്ലാ ലിപികളുടെയും അമ്മ. ആ ലിപിയിൽ നിന്ന് വളർന്നു വന്ന ലിപികളേ ഉള്ളൂ, വേറെ ലിപികളില്ല. ഇംഗ്ലീഷും ഒന്നും അങ്ങനെയല്ല കേട്ടോ, ഇംഗ്ലീഷ് യൂറോപ്യൻ ലിപിയാണല്ലോ. ഇന്ത്യൻ ലിപികളെല്ലാം, തമിഴാകട്ടെ, മലയാളമാകട്ടെ, കന്നഡയാകട്ടെ, തെലുങ്കാകട്ടെ, ഹിന്ദി എഴുതുന്ന ദേവനാഗരി ആകട്ടെ. അപ്പൊ ഇതില് ഹിന്ദി ദേവനാഗരി എന്ന് പറഞ്ഞപ്പോ ഈ ലിപിയും ഭാഷയും നമ്മൾ വേർതിരിക്കണം. അതായത് ഇപ്പൊ ജോസ് കുട്ടി സാർ പറഞ്ഞു 5 ലിപികളിൽ എഴുതിയിരുന്നു മലയാള ഭാഷ എന്ന്. അപ്പോൾ ലിപിയും മലയാള ഭാഷയും വ്യത്യാസം ഉണ്ടെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അശോകന്റെ കീഴിലായിരുന്നു ഇന്ത്യ BC 3-ാം നൂറ്റാണ്ട് മൗര്യ സാമ്രാജ്യത്തിന്റെ ആയിരുന്നു. എന്നാൽ അശോകന്റെ ആവട്ടെ മൗര്യ സാമ്രാജ്യത്തിന്റെ ആകട്ടെ കീഴില് തമിഴകം ഉൾപ്പെട്ടിരുന്നില്ല. തമിഴകം എന്ന് പറഞ്ഞാൽ കേരളവും തമിഴ്നാടും അടങ്ങുന്ന പ്രദേശം ഉൾപ്പെട്ടിരുന്നില്ല. എങ്കിലും ആ മൗര്യ സാമ്രാജ്യത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ്, സ്വാധീനം ഈ പറഞ്ഞ തമിഴകത്തും ശ്രീലങ്കയിലും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ശ്രീലങ്കയിലെ അശോകൻ ബുദ്ധൻ ഇരുന്നിട്ട് ജ്ഞാനം ലഭിച്ച ബോധിവൃക്ഷം ഉണ്ടല്ലോ, ആ വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കൊണ്ടുപോയി അശോകൻ അവിടെ നട്ടതും ശ്രീലങ്കയിൽ നട്ടതും അത് അവിടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. 2300ഓളം വർഷം പഴക്കമുള്ള ആ ആല് അവിടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിലുള്ളത് വെട്ടിക്കളഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്ന മത കലഹത്തിൽപ്പെട്ടിട്ട്. ഇപ്പോ ബുദ്ധഗയയിലുള്ള ആല് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാര് അവിടെ നിന്നും അനുരാധപുരത്തു നിന്നും കൊണ്ടുവന്ന് ആ മരത്തിന്റെ ഒരു കൊമ്പ് കൊണ്ടുവന്ന് നട്ടതാണ്. അപ്പോൾ അശോകന്റെ കാലത്ത് കച്ചവടം ശ്രീലങ്കയുമായിട്ട് മാത്രമല്ല, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യ, നമ്മുടെ തമിഴകം, കേരളവും തമിഴ്നാടുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നെല്ലാം തന്നെ ശ്രീലങ്കയിൽ നിന്നായാലും തമിഴ്നാട്ടിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും അശോകന്റെ കാലത്തുള്ള പഞ്ച് മാർക്കറ്റ് കോയിനുകൾ ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അശോകന്റെ സാമ്രാജ്യത്തിൽ ഉപയോഗിച്ചിരുന്ന ആ മൗര്യൻ കാലത്തെ ബ്രാഹ്മി ലിപിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്പെസിമെൻസ് ധാരാളമായിട്ടല്ല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ലിപി ഇവിടെ ഉണ്ടായിരുന്ന ഭാഷ എഴുതുവാനായിട്ട് ഉപയോഗിച്ചതാണ് ആദ്യമായി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ലിപി ഉപയോഗം. ആ മൗര്യൻ ബ്രാഹ്മി തമിഴ്നാട്ടിലെ, കേരളവും തമിഴ്നാടും അടങ്ങുന്ന തമിഴ്നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ആ ലിപിയെയാണ് തമിഴ് ബ്രാഹ്മി എന്ന് പറയുന്നത്. ഈ തമിഴ് ബ്രാഹ്മിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, തമിഴില് നിങ്ങൾക്കറിയാം
ക ഘ ഗ ഘ ങ അതില്ല. അഥവാ ക ഖരം അധികരം അധികരം മൃദു ഘോഷം അനുനാസികം. അതാണ് നമ്മൾ കാണുന്ന കവർഗം ക ഘ ഗ. അതിൽ കായും ങായും ചായും ഞായും ടായും ണായും തായും ആ ഒരു സംഗതിയേ ഉള്ളൂ. ഇതിന്റെ ഇടയിലുള്ള അധികരം മൃദു ഘോഷ അക്ഷരങ്ങൾ ശബ്ദങ്ങൾ തമിഴിലില്ല. അതുകൊണ്ട് തന്നെ തമിഴ് ബ്രാഹ്മിയിൽ നിന്നും ഈ പറയുന്ന ആവശ്യമുള്ള കായും ങ്ങായും ചായും ഞായും അത് മാത്രമേ തമിഴ് ബ്രാഹ്മിയിൽ സ്വീകരിച്ചുള്ളൂ, മൗര്യൻ ബ്രാഹ്മിയിൽ നിന്നും. അതുപോലെ തന്നെ വടക്കൻ ഇന്ത്യയിൽ ഇല്ലാത്ത ഴ ള റ ഈ 3 അക്ഷരങ്ങൾ തമിഴ് ഭാഷയിലും കേരളത്തിലും ഉണ്ട്. അതുകൊണ്ട് തമിഴ് ബ്രാഹ്മിയിൽ ഈ 3 അക്ഷരങ്ങൾ അധികമായിട്ടും കാണും. അങ്ങനെയാണ് തമിഴ് ബ്രാഹ്മി ഇവിടെ ഉപയോഗിച്ചിരുന്നത്. മൗര്യൻ ബ്രാഹ്മിയിൽ നിന്ന് സ്വീകരിച്ച സ്വന്തം നിലയ്ക്ക് വേണ്ട ആവശ്യങ്ങൾക്കനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസം വരുത്തിയ തമിഴ് ബ്രാഹ്മിയാണ് BC 3-ാം നൂറ്റാണ്ട് മുതൽ ഒരു AD 3-ാം നൂറ്റാണ്ട് വരെ ഉപയോഗിച്ചിരുന്നത്. അതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമേ നമുക്ക് കണ്ടുകിട്ടിയിട്ടുള്ളൂ. എല്ലാം കുറച്ച് കിട്ടിയിട്ടുള്ളൂ. ഈ തമിഴ് ബ്രാഹ്മി കാലം പോകെ അല്പാൽപം വ്യത്യാസം വന്ന് ഉണ്ടായ ലിപിയാണ് വട്ടെഴുത്ത്. ഈ വട്ടെഴുത്ത് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു അറബിക്കടലിന്റെ തീരത്ത് കിടക്കുന്ന കേരളം മുതൽ ബംഗാൾ ഉൾക്കടലിന്റെ സൈഡിൽ കിടക്കുന്ന തമിഴകം വരെ ആ പ്രദേശം മുഴുവൻ വ്യാപിച്ചു കിടന്ന തമിഴകത്താണ് വട്ടെഴുത്ത് തമിഴ് ബ്രാഹ്മിയുടെ ഒരു രൂപമാറ്റമായി ഉണ്ടായി വന്നത്. അങ്ങനെ AD ഒരു 4-5 നൂറ്റാണ്ടോട് കൂടി ഉണ്ടായി വന്ന ഈ വട്ടെഴുത്ത് ഏകദേശം ഒരു 5-6 നൂറ്റാണ്ട് വരെ 2 നൂറ്റാണ്ടുകളോളം 2-3 നൂറ്റാണ്ടുകളോളം ഈ പറഞ്ഞ പ്രദേശത്തെല്ലാം നിലനിന്നു. ഈ സമയത്ത് പല്ലവർ എന്ന് പറയുന്ന ഒരു രാജവംശം ഇന്നത്തെ ആന്ധ്രാപ്രദേശിന്റെ ഭാഗത്തു നിന്നും തെക്കോട്ട് വ്യാപിക്കുകയും അവര് ഇന്നത്തെ ട്രിച്ചി ഉണ്ടല്ലോ, തൃശ്ശിനാപ്പള്ളി, അവിടെ നിന്ന് ബംഗാൾ ഉൾക്കടൽ വരെയുള്ള പ്രദേശം അവരുടേതാക്കി ഭരണം നടത്തുകയും ചെയ്തു. അപ്പൊ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാല് അന്ന് ഇവിടെ നിലനിന്നിരുന്ന അവരുടെ ഏരിയയിലൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാല് ആ വട്ടെഴുത്തിന് പകരം അവര് പുതിയൊരു ലിപി ഉപയോഗിക്കാൻ തുടങ്ങി. ആ ലിപി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു മൗര്യൻ ബ്രാഹ്മിയിൽ നിന്നും ഉണ്ടായി വന്ന ലിപിയാണ് സ്വീകരിച്ച ലിപിയാണ് തമിഴ് ബ്രാഹ്മി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ അവർ പുതിയതായി കൊണ്ടുവന്ന ലിപി എന്ന് പറയുന്നത് അന്ന് വടക്കേ ഇന്ത്യയിലും ഒക്കെ നിലനിന്നിരുന്ന ഗുപ്ത ബ്രാഹ്മി അഥവാ മൗര്യൻ ബ്രാഹ്മി, മൗര്യകാലത്തെ ബ്രാഹ്മി കുറേശ്ശെ മാറ്റം സംഭവിച്ചു ഗുപ്തകാലം എത്തിയപ്പോഴേക്കും അതിന് ഇത്തിരി പുള്ളിയും വള്ളിയും ഒക്കെ ഇങ്ങനെ അങ്ങനെ നീട്ടിയും കുറുക്കിയൊക്കെ എഴുതുന്ന രൂപത്തിലായിട്ടുണ്ടായിരുന്നു. അത് രണ്ടുപേർ അറിയാവുന്നവർക്ക് കമ്പയർ ചെയ്ത് അത് പഠിക്കാൻ പറ്റും. ആ ബ്രാഹ്മി വീണ്ടും പല്ലവരോടുകൂടെ മൗര്യൻ ബ്രാഹ്മിക്ക് പിന്നാലെ അഥവാ മൗര്യൻ ബ്രാഹ്മി വന്ന് ഒരു 4-6-7 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഓളം, ഒരു വെള്ളത്തിന് നടുക്ക് ഒരു കല്ലിട്ടാൽ ഓളം ഉണ്ടായി വരുന്ന പോലെ രണ്ടാമത്തെ ഒരു ഓളമായിട്ട് ഈ ഗുപ്ത ബ്രാഹ്മി ഇവിടെ ഒരു വെറൈറ്റിയും കൂടെ ഈ പല്ലവരുടെ കൂടെ തെക്കോട്ട് വന്നു. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ലിപിയാണ് പിന്നീട് അവരുടെ റെക്കോർഡുകളൊക്കെ എഴുതാനായിട്ട് അവർ ഉപയോഗിച്ചത്. ആ ലിപിയാണ് അപ്പോഴും ഉപയോഗിക്കുന്നത് തമിഴ് അക്ഷരങ്ങൾ എഴുതാനുള്ള അക്ഷരങ്ങൾ മാത്രമേ അതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. കാങ്ങ ചാഞ്ഞ ടാണ. ആ ലിപിയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന തമിഴ് ലിപി ഉണ്ടായത്. വട്ടെഴുത്ത് ഈ പറഞ്ഞ പല്ലവരുടെ അധിനിവേശത്തോടു കൂടി തൃശ്ശിനാപ്പള്ളി മുതൽ അഥവാ ട്രിച്ചി മുതൽ ബംഗാൾ ഉൾക്കടൽ വരെയുള്ള പ്രദേശത്ത് നിന്നുപോയി. എന്നാൽ 13-ാം നൂറ്റാണ്ട് വരെ ഇത് തമിഴ്നാടിന്റെ മറ്റു ഭാഗങ്ങളിൽ അഥവാ ട്രിച്ചിക്ക് പടിഞ്ഞാട്ട് പശ്ചിമഘട്ടത്തിന്റെ കിഴക്കോട്ട് നിലനിന്നിരുന്നു. പല്ലവരുടെ കാലത്തിന് ശേഷം അവർ ഭരിച്ചിരുന്ന പ്രദേശത്ത് വന്ന ചോളന്മാര് എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ ലിപി തന്നെ തുടർന്നു. പക്ഷെ അവര് പാണ്ഡ്യന്മാരെ കൂടെ ഇന്നത്തെ മധുര അതേപോലെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കുവശം മുഴുവൻ തമിഴ്നാട് ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാരെ അവർ കീഴ്പ്പെടുത്തി. അപ്പൊ ഒരു 13-ാം നൂറ്റാണ്ടോടുകൂടി ആ പാണ്ഡ്യന്മാരുടെ കീഴ്പ്പെടുത്തൽ അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ വട്ടെഴുത്ത് ആ പ്രദേശങ്ങളിൽ നിന്നും മാറ്റി ചോളന്മാര്
നേരത്തെ പറഞ്ഞ പല്ലവരുടെ ഏരിയയിൽ വ്യാപിച്ചിരുന്ന ഇന്നത്തെ തമിഴിന്റെ അമ്മൂമ്മയായ ആ ലിപിയെ 13-ാം നൂറ്റാണ്ടിൽ തമിഴകം മൊത്തം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ കേരളത്തില് ഈ സാധനം, ഈ പറഞ്ഞ ഭരണങ്ങൾ, ചോള ഭരണം അതിന്റെ വന്നിട്ടില്ലാതിരുന്നതിനാൽ ഏകദേശം ഈ ലിപി 15-ാം നൂറ്റാണ്ട് വരെ, അഥവാ പോർച്ചുഗീസുകാർ എത്തുന്നത് വരെയുള്ള കാലം വരെ ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി നിലനിന്നു വട്ടെഴുത്ത്. എന്നാൽ 15-ാം നൂറ്റാണ്ടായപ്പോൾ ഈ ലിപി വട്ടെഴുത്തിൽ നിന്നും പ്രകടമായ മാറ്റങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന, എന്നാൽ കണ്ടാൽ ഇത് അമ്മയും മകളുമാണ് എന്ന് കൃത്യമായി അറിയാവുന്ന മറ്റൊരു ലിപിയായി മാറി. അതാണ് കോലെഴുത്ത്. ഇപ്പോ ജോസ് കുട്ടി സാറ് പറഞ്ഞ ആ ലിഖിതങ്ങളെല്ലാം, പള്ളിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം കോലെഴുത്താണ്. വട്ടെഴുത്തിൻ്റെതായിട്ട് പള്ളിയിൽ നിന്നും കിട്ടുന്നത് 2 ലിഖിതങ്ങളാണ് ഉള്ളത്. 2-3 കാണും. അത് ഒന്ന് ഇവിടെ അടുത്ത് തൃശ്ശൂരടുത്ത് ഉള്ള താഴേക്കാട് പള്ളിയിലുള്ള ഒരു ലിഖിതമാണ്. അത് വട്ടെഴുത്താണ്. അത് 10-11-11-ാം നൂറ്റാണ്ട് ആയിട്ട് വരും, 10-ആ നൂറ്റാണ്ടിൽ വരും. മറ്റൊന്ന് പ്രശസ്തമായ തരിസാപ്പള്ളി ചെപ്പേടാണ്. പിന്നെ ഇരവികുർത്തൻ ചെപ്പേടാണ്. ഈ 3 എണ്ണമാണ് ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ക്രിസ്ത്യൻ പള്ളികളുമായി ബന്ധപ്പെട്ട വട്ടെഴുത്ത് ലിഖിതങ്ങൾ. എന്നാൽ 15-ാം നൂറ്റാണ്ടിന് ശേഷം കിട്ടുന്ന ചർച്ച് റെക്കോർഡുകളെല്ലാം തന്നെ കോലെഴുത്തിലാണ്. ഈ കോലെഴുത്തില് കിട്ടുന്ന ലിഖിതങ്ങൾ കൂടുതലും ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ തലക്കൽ വെക്കുന്ന, അല്ലെങ്കിൽ ആ ടൂംബിൽ വെക്കുന്ന ടൂം സ്റ്റോൺസാ. ആ ടൂം സ്റ്റോൺസിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാവുക: മിശിഹ പിറന്നിട്ട് 1000-ാം ആണ്ട് കഴിഞ്ഞപ്പോൾ ഇന്ന ആള് മാത്തു നല്ല വഴിക്ക് പോയി. അത്തരത്തിലുള്ള റെക്കോർഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഈ ലിഖിതങ്ങൾ വളരെ ചെറിയ ലിഖിതങ്ങളാണെങ്കിലും, ഏകദേശം ഒരു 10-50 സെന്റിമീറ്റർ നീളവും വീതിയുള്ള കല്ലുകളുമുള്ള ചെറിയ ലിഖിതങ്ങളാണെങ്കിലും, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 15-ാം നൂറ്റാണ്ടില് ഉള്ള കോലെഴുത്ത് എങ്ങനെയായിരുന്നു എന്നറിയണമെങ്കിൽ നമുക്കുള്ള സ്പെസിമെൻസ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അത് ഈ പറഞ്ഞ ടൂം സ്റ്റോൺസ് ആണ്. അത് ശരിക്കും ടൂം സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അത്ര ചെറുതാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അതിന്റെ ആ കാലത്തുള്ള ഓലകൾ വളരെ റെയറായിട്ട് കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷമുള്ള 17, 18, 19 ഒക്കെ വരുന്തോറും ഓലകളുടെ എണ്ണം കൂടി വരും. അങ്ങനെ ഈ പറഞ്ഞ നൂറ്റാണ്ടുകളിലും ഈ കോലെഴുത്ത് കുറേശ്ശെ മാറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1-2 നൂറ്റാണ്ടുകൾക്ക് ഉള്ളിൽ, ഇപ്പൊ 15, 16 നൂറ്റാണ്ടിലുള്ള ഓലകളെ നമുക്ക് ഒരു ഗ്രൂപ്പാക്കാം. അത് കണ്ടാൽ അറിയാം ഇത് 15, 16 നൂറ്റാണ്ട്. അതിൽ ഡേറ്റ് എഴുതിയിട്ടില്ലെങ്കിലും ആ ലിപിയുടെ പ്രത്യേകത വെച്ചിട്ട് ഇത് ഇന്ന നൂറ്റാണ്ടിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മറ്റൊന്ന്, അടുത്തൊരു 100-150 കൊല്ലത്തിന്റെ ഇടയിലുള്ള ലിപി കാണുമ്പോൾ ഈ ഓല ഇന്ന നൂറ്റാണ്ടിലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഈ കോലെഴുത്ത് 1850-കൾ വരെ എഴുതിയ കോലെഴുത്ത് ഓലകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ 1850 ആയപ്പോൾ സ്വാതി തിരുനാളോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇനി മുതല് കോലെഴുത്ത് ഉപയോഗിക്കേണ്ടതില്ല. ഇന്ന് ഉപയോഗിക്കുന്ന മലയാള ലിപി ഉണ്ടല്ലോ, അതിന് ഗ്രന്ഥലിപി എന്നാണ് പറയുക പേര്. ഇനി അത് മതി എന്ന് തീരുമാനിക്കുകയും കോലെഴുത്ത് അതോടുകൂടി ഒരു ആൾക്കാർ പഠിക്കുന്നതൊക്കെ നിർത്തിവെച്ചു. പിന്നെ മലയാള ലിപികളും. അതിൽ ജോസ് കുട്ടി സാറ് പറഞ്ഞ ഒരു കാര്യം, സാധാരണക്കാർ എഴുതി എന്ന് പറഞ്ഞല്ലോ. സാധാരണക്കാര് ഈ ലിപികളിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാല് സാധാരണക്കാർക്ക് വിദ്യാഭ്യാസമേ ഉണ്ടായിരുന്നിട്ടില്ല. ഈ ലിപി എന്ന് പറയുന്നതൊക്കെ ഇന്ന് കമ്പ്യൂട്ടർ അറിയാവുന്ന ആൾക്കാരെ പോലെ വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രം പഠിച്ചിരുന്ന ഒരു പരിപാടിയാണ് ഇത്. അല്ലാതെ എല്ലാ ആൾക്കാരും ഇത് പഠിച്ചിട്ടില്ല. ഒരു സമൂഹത്തില് ഒരു 10,000 പേരുണ്ടെങ്കിൽ അതൊരു 10ഓ 25ഓ പേർക്ക് മാത്രമേ എഴുത്ത് വിദ്യ അറിയാമായിരുന്നുള്ളൂ. അത് ജാതിയുടെ പേരിൽ ഇപ്പൊ നായന്മാർക്കെല്ലാം എഴുത്തറിയാം, അല്ലെങ്കിൽ നമ്പൂതിരിമാർക്കെല്ലാം എഴുത്തറിയാം, അങ്ങനെയല്ല. അത് ജാതിയുടെ പേരിൽ കിട്ടിയിരുന്ന ഒരു ഗുണഫലമല്ല ഈ എഴുത്തറിയുക എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിന് ഈ സാധനം ആവശ്യമുണ്ടോ, അപ്പൊ നിങ്ങളത് പഠിക്കും. അങ്ങനെയാണ് ഈ സംഗതി നടക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് കാലത്തുള്ള ചെപ്പേടുകളിലൊക്കെ എഴുതിയിരുന്നത് തട്ടാന്മാരാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് തട്ടാന്മാരോ, ഇത് ജാതിയിൽ അത്രയും ഉയർന്ന ജാതിയിലുള്ളതല്ലല്ലോ ഇവര് പഠിച്ചത്. അത് അയാളുടെ തൊഴിലിനത് ആവശ്യമാണ്. അതുപോലെ ആശാരിമാര്, ഇപ്പൊ ആശാരിമാർക്ക് ഒരു മരം അളക്കണമെങ്കിൽ അതിന്റെ കണക്കും
നീളം കോല എത്രയാണെന്നൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അവർക്ക് ഇത് അറിയാതെ പറ്റില്ല. മരത്തുമ്മേ ഇത് ഏത് കഷണവുമായിട്ടാണ് യോജിപ്പിക്കേണ്ടതെന്ന് എഴുതിയിടണം. അപ്പൊ അവർ എഴുത്ത് പഠിക്കും. അതല്ലാതെ ഇത് ജാതിയുടെ പേരിലോ സാമ്പത്തിക നിലയുടെ പേരിലോ ഒന്നും കിട്ടിയിരുന്ന ഒരു ഗുണഫലമായിരുന്നില്ല ഈ എഴുതാൻ പഠിക്കുക എന്നുള്ളത്. അവരവരുടെ തൊഴിലിന് ആവശ്യമുണ്ടെങ്കിൽ ഇത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. മറ്റൊന്ന്, ഇപ്പൊ നമ്മളിത് പഠിച്ചിട്ട് എന്താ ചെയ്യാനുള്ളതെന്നുണ്ടല്ലോ. അതായത് പഠിച്ചിട്ട് ഇപ്പോ നേരം വെളുത്താൽ വർത്തമാനപത്രം വായിക്കാൻ അന്ന് ഇല്ല. അപ്പൊ ഇതെന്തിനാ ആൾക്കാർ പഠിക്കണേ? അതിനും വേണ്ടിയിട്ട് അവരുടെ ജീവിത വൃത്തിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് പഠിക്കുക. അതാണ് അന്നത്തെ ലിപിയുടെ ആവശ്യം. അതുകൊണ്ട് ലിപി പഠനത്തിന്റെ നില സാർവത്രികമായ വിദ്യാഭ്യാസം വരുമ്പോഴേ ഈ പറഞ്ഞ സാധാരണക്കാര് എഴുത്തിലേക്കും വായനയിലേക്കും കടക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ വളരെ ഉയർന്ന ജാതിയിലുള്ളവരാണെങ്കിൽ പോലും സാമ്പത്തിക സ്ഥിതിയിലുള്ളവരാണെങ്കിൽ പോലും ഈ എഴുത്തൊന്നും വ്യാപകമായ രീതിയിൽ പ്രചരിച്ചിരുന്ന ഒന്നല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു കോലെഴുത്ത് എന്ന് പറഞ്ഞ ലിപി 1850കളോടെ അതിൻ്റെയും പഠനം നിന്നുപോയി. പകരം ഗ്രന്ഥ എഴുത്ത് ആണ് ഇനി മുതൽ എഴുതുക എന്ന് പറഞ്ഞല്ലോ. അതിന് കാരണം ഇതാണ്. അധികരം മൃദുഘോഷ ശബ്ദങ്ങൾ അക്ഷരങ്ങൾ ധാരാളം ഉള്ളൊരു ഭാഷയാണ് നമ്മുടെ മലയാളം. അപ്പൊ അതുകൊണ്ട് ഈ കോലെഴുത്തിൽ എഴുതി കഴിഞ്ഞാൽ പലതും നമുക്ക് എഴുതാൻ പറ്റില്ല. ഇപ്പൊ കൃഷ്ണൻ എന്ന് എഴുതണമെങ്കിൽ കൃഷ്ണൻ എഴുതാൻ പറ്റില്ല. ഷാ ഇല്ല, ഋകാരം ഒന്നുമില്ല. അപ്പൊ കിട്ടണ എന്നേ അവർക്ക് എഴുതാൻ പറ്റുള്ളൂ കോലെഴുത്തില്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു കുറവിന് കാരണമാണ്. അപ്പൊ ഇതെല്ലാം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ലിപിയായ ഗ്രന്ഥലിപിയെയാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഗ്രന്ഥലിപി എവിടെ നിന്ന് വന്നു നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പല്ലവര് അവരുടെ രാജ്യത്ത് ഗുപ്തകാല ബ്രാഹ്മിയുടെ ഒരു സാമ്യമുള്ള ആ ലിപിയാണ് പല്ലവ ഗ്രന്ഥ എന്ന് പറയുന്നത്. ഈ പല്ലവ ഗ്രന്ഥ അന്നൊക്കെ ഉപയോഗിച്ചിരുന്നത് സംസ്കൃതം എഴുതാനാണ് മാത്രം ആണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. മലയാളത്തിന് വട്ടെഴുത്ത് എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്ത് കിട്ടിയ ഒരു ലിഖിതത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് 10ാം നൂറ്റാണ്ടിൽ തന്നെയും മലയാളം എഴുതുന്നതിനും ഈ ലിപിയും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഈ പറഞ്ഞ ലിപി ഓരോരോ കാലഘട്ടത്തിൽ നിന്ന് പോയി എന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ പഠനം ഇത് റിവൈവ് ചെയ്ത് വന്നത് എപ്പോഴാണ് എന്നാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1900ങ്ങളുടെ തുടക്കത്തിൽ ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസ് തുടങ്ങിയപ്പോഴാണ് ഈ പറഞ്ഞ അമ്പലങ്ങളിലും അതുപോലെ പള്ളികളിലും ഒക്കെ ലിഖിതങ്ങൾ ഇങ്ങനെ പല ലിപികളിൽ എഴുതി കാണുകയും അതിനെയെല്ലാം പഠിച്ച് പ്രസിദ്ധീകരിക്കേണ്ടത് നമ്മുടെ സംസ്കാരവും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ആവശ്യമുള്ളതാണെന്ന് മനസ്സിലായപ്പോൾ ഇതിന്റെ പഠനം പുനരാരംഭിച്ചത്. ഇത് താല്പര്യം പ്രകടിപ്പിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങളെല്ലാവരും അതിന് താല്പര്യം പ്രകടിപ്പിച്ചതിൽ സന്തോഷം. എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഇതിനു വേണ്ട സഹായങ്ങൾ ഞാൻ ചെയ്യാം. പഠനം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നന്ദി. ഹലോ ഹലോ ജോസൂട്ടി പോയി തോന്നുന്നു. കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം, ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു. എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടല്ലോ, ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഈ സാറ് പറഞ്ഞല്ലോ ഈ തമിഴില് ഖരം അല്ല അധികരവും ഘോഷവും അനുനാസികവും ഒന്നും ഇല്ല. പക്ഷെ വട്ടെഴുത്തിലും കോലെഴുത്തിലും ഉണ്ടോ അത്? ഇല്ല. നമ്മൾ പറഞ്ഞു വട്ടെഴുത്ത് എന്ന് പറയുന്നത് ലിപിയിലാണ് ആദ്യകാലങ്ങളിൽ തമിഴ് എഴുതിയിരുന്നത്. അത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. അത് കഴിഞ്ഞ് രാഷ്ട്രീയപരമായ സമ്മർദ്ദം മൂലം ഈ പറഞ്ഞ ട്രിച്ചിക്ക് കിഴക്കോട്ട് ബംഗാൾ ഉൾക്കടൽ വരെയുള്ള തമിഴ്നാട് പ്രദേശത്ത് ഈ ലിപി ഉപേക്ഷിക്കപ്പെട്ടു. വട്ടെഴുത്ത് 13ാം നൂറ്റാണ്ടോടുകൂടി തമിഴകം മൊത്തം ഇത് ഉപേക്ഷിക്കപ്പെട്ടു. ഇന്ന് കാണുന്ന തമിഴ് ലിപിയിലേക്ക് അവർ ചേഞ്ച് ചെയ്തു. അപ്പൊ ഇവര് ലിപിയെ മാറുന്നുള്ളൂ, ഭാഷ മാറുന്നില്ല. പിടികിട്ടിയോ? പിടികിട്ടി. ഇപ്പൊ നമുക്ക് ഇനി നമ്മൾ തീരുമാനിക്കുകയാണ്, മലയാളം ഇനി മുതൽ മലയാള ലിപിയിൽ എഴുതേണ്ടതില്ല, മംഗ്ലീഷിൽ എഴുതിയാൽ മതി. ഓക്കെ.
അപ്പൊ നമ്മുടെ മലയാള ലിപിക്ക് എന്ത് സംഭവിച്ചു? ആ ഒരു സംഭവമാണ് വട്ടെഴുത്തിന് തമിഴ്നാട്ടിൽ സംഭവിച്ചത്. എന്നാൽ കേരളത്തിൽ ആ വ്യത്യാസം ഉണ്ടായില്ല. ഇന്നും 1850-കൾ വരെ ഇത് മാറ്റങ്ങളോടുകൂടെ നിലനിന്നു. ഹലോ. അപ്പൊ തമിഴിലുള്ള അതേ അക്ഷരങ്ങൾ മാത്രമാണോ നമുക്ക് വട്ടെഴുത്തിലും കോഴെഴുത്തിലും? അതെ, അത് അത്രയേ ഉള്ളൂ. തമിഴിലെ തമിഴിലും വട്ടെഴുത്തിലും ഒരേ അക്ഷരങ്ങൾ തന്നെയാണുള്ളത്. എന്ന് മാത്രമല്ല, തമിഴിൽ ഇപ്പൊ അക്ഷരങ്ങൾ മാത്രമല്ല, അക്കങ്ങൾ ഉണ്ടല്ലോ. 1, 2, 3, 4 നമ്മൾ എഴുതണമല്ലോ. ഇപ്പൊ 1000 തേങ്ങ എന്ന് തമിഴിൽ എഴുതുമ്പോ 1000 എന്ന് ഇന്ന് ഇപ്പൊ തമിഴ്നാട്ടുകാർ ഉപയോഗിക്കുന്നത് 1 ഇട്ട് 3 0 ഇട്ടുള്ള 1000 ആണ്. പക്ഷെ മുൻപ് അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ കലണ്ടറിൽ തന്നെ കണ്ടുകൂടെ, മലയാള ലിപിയിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുണ്ടല്ലോ, കീബോർഡില് 1, 2, 3 എന്ന് മലയാളത്തിലുണ്ടല്ലോ. കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് തമിഴിലെ 1, 2, 3 എല്ലാം. ഇവ രണ്ടും ഇരട്ടപ്പെട്ട സഹോദരങ്ങളാണെന്ന് നമുക്ക് തോന്നും. അത്ര സ്വാമിയുണ്ട്. അതുകൊണ്ടാണ് നമ്മള് തമിഴ് ലിപി കൂടി ഇത് മുൻപ് പഠിച്ചിരിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റൊന്ന്, തമിഴ് ലിപി പഠിക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഗ്രന്ഥാക്ഷരം എന്ന് പറഞ്ഞ ഒരു ലിപിയെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ഈ ഗ്രന്ഥാക്ഷരം എന്ന് പറയുന്നത് അധികരം, മൃദു, ഘോഷ ശബ്ദങ്ങൾ ഇല്ലാതെ അക്ഷരങ്ങൾ കൂടി ഉള്ള തമിഴാണ്. കൂടി പറയാം, തമിഴ് അക്ഷരമാലയിൽ അധികരം, മൃദു, ഘോഷം ഈ 3 സംഗതികൾ കൂടെ ചേർത്താൽ ഗ്രന്ഥാക്ഷരം ആയി. സിംപ്ലി പറയുകയാണെങ്കിൽ കൂട്ടക്ഷരത്തിനൊക്കെ തിരിച്ച് വ്യത്യാസം വരും. അത് നമുക്ക് മലയാളം അറിയാവുന്നവരാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല പഠിക്കാൻ. ഇത് വട്ടെഴുത്ത് എഴുതുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ഇത് തിരികെ ചേർക്കും. ഇങ്ങനെ വട്ടെഴുത്തിൽ എഴുതാൻ പറ്റാത്ത ലിപി വരികയാണെങ്കിൽ ഇത് ഗ്രന്ഥം വെച്ച് എഴുതും. ഇപ്പൊ സ്വസ്തി ശ്രീ എന്ന് എഴുതുകയാണെങ്കിൽ സ്വസ്തി ശ്രീന്ന് തമിഴിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ അവര് അതിന്റെ ഇടയിൽ കൂടെ ഈ ഇത് എഴുതി ചേർക്കും. ഇപ്പൊ നമ്മള് എഴുതി കൂടെ ഇങ്ങനെ എഴുതാറുണ്ടല്ലോ നമ്മള്, കറന്റ് വന്നപ്പോൾ ഇരുട്ടെല്ലാം അകന്നുപോയി എന്ന് എഴുതുമ്പോ കറന്റ് എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഇരുട്ടെല്ലാം എന്ന് അങ്ങനെ എഴുതാലോ വേണമെങ്കിൽ. അതേപോലെ മലയാളം സംസാരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇംഗ്ലീഷ് വാക്കുകൾ വരുമ്പോൾ ആ വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നത് പോലെ വട്ടെഴുത്ത് എഴുതുമ്പോൾ ഈ പറഞ്ഞ സംസ്കൃത വാക്കുകൾ അതിന്റെ ഇടയിൽ കയറി വരികയാണെങ്കിൽ ജലം എന്ന് എഴുതണമെങ്കിൽ അത് ജലം എന്ന് മലയാളത്തില് അവര് ഗ്രന്ഥാക്ഷരത്തിലാണ് എഴുതുക. ഈ രണ്ടെണ്ണം. അതേപോലെ ഈ ഗ്രന്ഥാക്ഷരത്തില് ള, ഴ, റ ഇല്ല. ള, ഴ, റ സംസ്കൃതത്തിൽ ഇല്ലല്ലോ, ഗ്രന്ഥയിലും ഇല്ലല്ലോ. അപ്പോ അതിന് പകരം ഇവര് ഈ വട്ടെഴുത്തിന്റെ ള, ഴ, റ എഴുതി ചേർക്കാറുണ്ട്. ഇപ്പൊ ഉഴറി എന്ന് എഴുതുമ്പോൾ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ ഗ്രന്ഥയിൽ എഴുതുകയാണെങ്കിൽ ഊന്ന് എഴുതിയിട്ട് ഴായും റായും വട്ടെഴുത്തിന്റെയാണ് ഉപയോഗിക്കുന്നത്. അതങ്ങനെ പരസ്പരം എഴുതുന്നതാണ്. ഇപ്പൊ നമ്മുടെ കർസൂനി ലിപിയിലുണ്ടല്ലോ, എന്താണ് സിറിയക്ക് ലിപിയിലില്ലാത്ത അക്ഷരങ്ങള് മലയാളത്തിൽ നിന്ന് വരുമ്പോ അത് കോലെഴുത്ത് എഴുതി അതിനെ പൂരിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് തിരിച്ചാണ് എഴുതുന്നത്. അത് കർസോനി ലെഫ്റ്റിന്ന് റൈറ്റിന്ന് ലെഫ്റ്റിലേക്ക് എഴുതുന്നതുകൊണ്ട് തിരിച്ചെഴുതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കത് അറിഞ്ഞുകൂടാ ലിപി അങ്ങനെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ വട്ടെഴുത്തും ഗ്രന്ഥയും പരസ്പരം പൂജിപ്പിക്കാനായിട്ട് പരസ്പരം പൂരകമായി എഴുതുന്ന സമ്പ്രദായം. ഓക്കെ, താങ്ക് യു സർ. നന്ദി. ഹലോ, ഇനി എന്തെങ്കിലും ചോദിക്കും, പറയൂ. ഹലോ, ഞാൻ ഒരു സംശയം. ഗ്രന്ഥലിപി കേൾക്കുന്നുണ്ട്. ഗ്രന്ഥലിപി ഏത് കാലഘട്ടം തൊട്ടാണ് ഉണ്ടായിട്ടുള്ളത്? ഗ്രന്ഥാക്ഷരം നമ്മൾ പറഞ്ഞു, പല്ലവര് ആന്ധ്രാപ്രദേശ്, ഇന്നത്തെ അമരാവതി എന്ന് പറയുന്ന ആ പ്രദേശത്താണ് അവർ ഭരിച്ചിരുന്നത്. അവര് ഒരു ഏകദേശം ഒരു 6-ാം നൂറ്റാണ്ടോട് കൂടി തമിഴ്നാട്ടിലേക്ക്
ഇങ്ങോട്ട് തമിഴ്നാട് കൂടി കീഴ്പ്പെടുത്തി. മുഴുവൻ തമിഴ്നാടും അല്ല, ഇന്നത്തെ റോക്ക് ഫോർട്ട് ഉള്ള തൃശ്ശിനാപ്പള്ളി മുതൽ അങ്ങ് തെക്കോട്ട് അങ്ങ് ബംഗാൾ ഉൾക്കടൽ വരെയുള്ള പ്രദേശം അവരുടെ കയ്യിലായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ചാല് ആ പ്രദേശത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ മൗര്യൻ ബ്രാഹ്മിയുടെ ഡെറിവേറ്റീവ്സ് ആയ വട്ടെഴുത്ത് ഉണ്ടായിരുന്നതിന് പകരം പുതിയൊരു ലിപി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഈ പല്ലവ ഗ്രന്ഥ എന്ന് പറയുന്ന ഗുപ്ത കാലത്തുണ്ടായ ബ്രാഹ്മി ലിപിയുടെ ഒരു വെറൈറ്റിയാണത്. ആ സാധനം അന്ന് മുതല് നമ്മുടെ തമിഴ് ഏരിയയില് തമിഴ്നാട് കേരളം ഏരിയയില് മാത്രല്ല കർണാടകയുടെ ഭാഗത്തൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ മലയാളം എഴുതുന്ന ലിപി ഗ്രന്ഥമാണ്, ഈ ഗ്രന്ഥലിപി രൂപമാറ്റം സംഭവിച്ചതാണ്. നമ്മൾ സൂക്ഷിച്ചു നോക്കിയ ഗ്രന്ഥയും മലയാളവും, മലയാള ലിപിയുടെ ഭാഷ എഴുതുന്ന ലിപിയുടെ പേര് ഗ്രന്ഥം അല്ലെങ്കിൽ ആര്യെഴുത്ത് എന്നാണ്. മലയാള ലിപി എന്നല്ല അതിന്റെ പേര്, അതിന്റെ പേര് ഗ്രന്ഥാക്ഷരം അല്ലെങ്കിൽ ആര്യലിപി എന്നാണ്. ഇത് തമിഴ്നാട്ടില് ഈ ലിപി 1950 വരെ അച്ചടിയിൽ പോലും ഉണ്ടായിരുന്നു. നൂറുകണക്കിന് പുസ്തകങ്ങൾ ഈ ലിപിയിൽ അച്ചടിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടില് ഉള്ള സംസ്കൃത പ്രസിദ്ധീകരണങ്ങൾ, കേരളത്തിലൊക്കെ ഇപ്പൊ നാരായണീയം അല്ലെങ്കിൽ വാൽമീകി രാമായണം പോലെയൊക്കെയുള്ള ഭാഗവതം, ഇതൊക്കെ കേരളത്തിലുള്ള അച്ചടിശാലകൾ അച്ചടിച്ചിരുന്നത് മലയാള ലിപിയിലാണ്. ഇപ്പൊ സംസ്കൃതം മലയാളത്തിൽ അച്ചടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അതുപോലെ ആന്ധ്രയില് തെലുങ്ക് ലിപിയിലാണ് ഭഗവത്ഗീത അങ്ങനെയുള്ള സംസ്കൃത കൃതികളൊക്കെ അച്ചടിച്ചിരുന്നത്. കർണാടകത്തില് കന്നഡ ലിപിയിലാണ് സംസ്കൃത ലിപി അച്ചടിച്ചത്. അത് പക്ഷെ തമിഴ്നാട്ടിൽ ഇത് സാധ്യമല്ല. കാരണം അവർക്ക് അധികരം മൃദു ഘോഷ ലിപികളില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാല് അച്ചടിക്കുന്ന ലിപിയാണ് ഗ്രന്ഥ. നേരത്തെ സൂചിപ്പിച്ചു 7-ാം നൂറ്റാണ്ട് മുതൽ തമിഴ്നാട്ടില് അതിന്റെ സ്പെസിമെൻസ് ഉണ്ട്. ചോളകാലത്തൊക്കെ അവരുടെ ലിഖിതങ്ങളൊക്കെ ഉള്ള സംസ്കൃത പാർട്ടുകളൊക്കെ എഴുതാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ലിപിയിലാണ്. കേരളത്തിലും ഈ ലിപിയുടെ പല സ്പെസിമെൻസും കണ്ടുകിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോൾ കേരളത്തില് ഈ നമ്മൾ ഉപയോഗിക്കുന്ന മലയാള ലിപി ഇന്ന് കാണുന്ന പോലെ ഉരുട്ടി ഉരുട്ടി എഴുതാവുന്ന മാതിരി ആയിരുന്നില്ല, ചതുര വടിവിലായിരുന്നു. ഇപ്പൊ ക എന്ന് എഴുതുകയാണെങ്കിൽ ഒരു 3-4 ചതുരങ്ങൾ ഇട്ടാണ് ഈ അത് ഇന്നത്തെ പോലെ ഉരുണ്ടിരിക്കില്ല, ചതുരം പോലെ ഇരിക്കുക. അത് ആ ഉരുളിച്ച വന്നപ്പോഴാണ് ഇത് പൂർണ്ണമായ മലയാള ലിപിയായ. ഇന്ന് നമ്മൾ എഴുതുന്ന കായയെയും അല്ലെങ്കിൽ തായിനെയും ഒക്കെ ഇത്തിരി ചതുര വടിവിൽ എഴുതുകയാണെങ്കിൽ അത് ഗ്രന്ഥയായി. അപ്പൊ സംശയമുള്ളത്, സംസ്കൃതം ആദ്യം എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഗ്രന്ഥലിപിയാണ് ആദ്യമായിട്ട് എഴുതിയത്. നമുക്ക് കിട്ടുന്ന സ്പെസിമെൻസ് അതാണ്. ഇപ്പോ മൗര്യബ്രാഹ്മി നിലനിന്നിരുന്ന ഒരു BC 3-ാം നൂറ്റാണ്ട് മുതൽ AD ഒരു 4-ാം നൂറ്റാണ്ട് വരെയുള്ള 3-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം അഥവാ സംഘകാലം സമയത്ത് നമുക്ക് സംസ്കൃത ലിഖിതങ്ങളൊന്നും കണ്ടുകിട്ടിയിട്ടില്ല. നമുക്ക് കണ്ടുകിട്ടിയിട്ടുള്ളത് തമിഴേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഈ സമയത്ത് സംസ്കൃതം എഴുതുന്നുണ്ടാവും, പ്രാകൃതവും എഴുതുന്നുണ്ടാവും. അതൊക്കെ തീർച്ചയായിട്ടും അന്നത്തെ ബ്രാഹ്മി ലിപിയിലാണ് എഴുതുക. പിന്നെ ലിപി മാറുന്നതിനനുസരിച്ചിട്ട് കുറേശ്ശെ ഈ എഴുത്തുകളിലും വരും. ഇപ്പൊ അന്നൊക്കെ കല്ലിൽ എഴുതിയ സാധനം പിന്നെ മാറ്റി എഴുതാൻ പറ്റില്ലല്ലോ, അത് അവിടെ കിടക്കും. അല്ലെങ്കിൽ ചെമ്പിൽ എഴുതിയത് അവിടെ കിടക്കും. പക്ഷെ ഇപ്പൊ ഒരു രാമായണം അല്ലെങ്കിൽ ഇപ്പൊ മഹാഭാരതം ഒക്കെ ആണെങ്കിൽ ഇപ്പോ മൗര്യൻ ബ്രാഹ്മിയിൽ എഴുതിയ ഒരു രാമായണമാണ് കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. ഒരു 100-200 കൊല്ലം കഴിയുമ്പോ ഇത് കേടാവും, ഓല. അപ്പൊ അവര് പകർത്തി എഴുതുമ്പോ അപ്പോഴത്തെ ലിപിയിലേക്ക് പകർത്തി എഴുതണേ. ഈ 200 കൊല്ലം തമ്മിൽ ഉള്ള ലിപി മനസ്സിലാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഇപ്പൊ നമുക്കിപ്പോ അച്ചടി തുടങ്ങിയിട്ട് ഇപ്പൊ 2025 1820-കളിലൊക്കെ 1800-കളിലൊക്കെ അച്ചടിച്ച പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതേപോലെ അവര് വായിച്ച് പുതിയതിൽ എഴുതുമ്പോ അല്പം വ്യതിയാനപ്പെട്ട ലിപിയിൽ എഴുതുക. അങ്ങനെ തലമുറകൾ കൈമാറുമ്പോ ഈ ലിപി കൈമോശം വന്നു പോകും. നമുക്ക് ഇതിന്റെ തുടർച്ചയാണ് നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് വെച്ചാലും പണ്ടത്തെ ഇതിന്റെ ഫോമുകളൊക്കെ ആധുനിക കാലഘട്ടത്തിലുള്ളവർക്ക് കൈമോശം വന്നു പോകും. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ള കല്ല്, ചെമ്പ് അല്ലെങ്കിൽ ശംഖ് അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽസ് എഴുതിയ സാധനം അവിടെ കിടക്കും. ചരിത്രകാരന്മാർക്ക് കിട്ടുന്നത് അതാണ്.
സാർ മറ്റൊരു ഡൗട്ട് ഉള്ളത്, ഈ നമ്മൾ ഇന്ന് ഈ പറയുന്ന വട്ടെഴുത്ത് ലിപിയില് ഗ്രന്ഥാക്ഷര സ്വാധീനവും പല്ലവാക്ഷരങ്ങളുടെ സ്വാധീനവും ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ടാവും? വട്ടെഴുത്തില് ഗ്രന്ഥാക്ഷര അല്ല, വട്ടെഴുത്തില് പല്ലവകാലത്തെ ലിപികളുടെ സ്വാധീനം അല്ല അതായത് പല്ലവകാലത്ത് വട്ടെഴുത്തിനെ മാറ്റിക്കൊണ്ട് വന്ന ലിപിയാണ് തമിഴ് എന്ന് നമ്മൾ പറഞ്ഞു, ഇന്നത്തെ തമിഴ് ലിപി. എന്നാൽ പാണ്ഡ്യദേശങ്ങളിൽ അഥവാ തമിഴ്നാടിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലും കേരളത്തിലും ഈ ലിപി മാറ്റമില്ലാതെ നിലനിന്നു, വട്ടെഴുത്ത് തന്നെയായി നിലനിന്നു. ഈ വട്ടെഴുത്തിനെ എഴുതുമ്പോ ഈ സംസ്കൃതത്തിന്റെ അതിപ്രസരം തമിഴിൽ കൂടിയാണ് തമിഴ് മലയാളമായി മാറിയത് എന്നാണ് മലയാള ഭാഷയെ പറ്റിയുള്ള ഒരു തിയറി. എങ്ങനെയാണ് മലയാളം ഉണ്ടായത്? അപ്പൊ മലയാളം ഉണ്ടാകുന്നത് തമിഴിന്റെ കൂടെ സംസ്കൃത വാക്കുകൾ കൂടുതൽ ഇങ്ങനെ ഉപയോഗിക്കപ്പെട്ടപ്പോൾ ഇതൊരു മിക്സായി മാറിയെന്നും അതാണ് മലയാളം എന്നുമാണ് അതിനെപ്പറ്റി പറയുന്നത്. എന്നാൽ ഈ മിക്സിങ് എന്ന് പറയുന്നത് ഒരു 13-ാം നൂറ്റാണ്ട് വരെ മിനിമം ആയിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് 13-ാം നൂറ്റാണ്ട് വരെയുള്ള വട്ടെഴുത്തുകൾ കണ്ടപ്പോൾ ഇത് മലയാളമല്ല, ഇത് തമിഴാണ് എന്ന് ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസ് എഴുതുന്നവർക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയല്ല, അവരൊക്കെ തമിഴന്മാരുമായിരുന്നു. അതാണ് അവര് ഇതിന്റെയൊക്കെ ട്രാൻസ്ക്രിപ്ഷൻ തമിഴിൽ കൊടുത്തത്. ഈ സമയത്തും മിനിമമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഒരു 10-15% വാക്കുകൾ ഈ ലിഖിതങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളതില് 100 വാക്കുണ്ടെങ്കിൽ ഒരു 15 എണ്ണം സംസ്കൃതമാണ്. അപ്പൊ അതില് ചിലത് വട്ടെഴുത്തിൽ തന്നെ എഴുതാൻ പറ്റും, എന്നാൽ വട്ടെഴുത്തിൽ ഒരിക്കലും എഴുതാൻ പറ്റാത്ത ഫുള്ള് വാക്കുകളും അക്ഷരങ്ങളും വട്ടെഴുത്തിന് ഗ്രന്ഥയിൽ മാത്രം എഴുതാൻ പറ്റുന്ന വാക്കുകൾ കണ്ടാൽ അവര് അത് ആ വാക്കിൽ തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇപ്പൊ സ്വസ്തി ശ്രീ അല്ലെങ്കിൽ മാതൃപരിഗ്രഹം എന്നൊക്കെയുള്ള വാക്കുകള് ഗ്രന്ഥയിൽ തന്നെ എഴുതുക. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതെ, അപ്പൊ അവര് ഒരു വാക്കിൽ തന്നെ ഈ തരം ലിപികൾ മിക്സ് ചെയ്യുമായിരുന്നു. വാക്ക് അങ്ങനെ തന്നെ അത് നമ്മൾ പറഞ്ഞല്ലോ. മാതൃപരിഗ്രഹം എന്ന് പറയുമ്പോ അത് ഫുള്ളും ഗ്രന്ഥാക്ഷരമായിരിക്കും എഴുതുക. എന്നാൽ ചിലപ്പോ ഒരക്ഷരം മാത്രം ഗ്രന്ഥാക്ഷരം എഴുതിയിട്ടുള്ള വാക്കുകളും ഉണ്ട്. ഒരു വാചകത്തിലെ ഒരു വാക്ക് മൊത്തം ഗ്രന്ഥയിൽ എഴുതിയതുമുണ്ട്, ഒരു വാക്കിലെ ഒരക്ഷരം മാത്രം ഗ്രന്ഥയിൽ എഴുതിയിട്ടുള്ളതും ഉണ്ട്. ഇത് ഗ്രന്ഥലിപിയിൽ എഴുതുമ്പോ ഇടയില് ഓരോരോ അക്ഷരം അഥവാ ള ഴ റ എഴുതേണ്ടി വരുമ്പോ ഇത് ഗ്രന്ഥയിൽ ഇല്ല ഈ ലിപി. അപ്പോൾ ള ഴ റ അതിനെ ദ്രാവിഡ മാധ്യമങ്ങൾ എന്നാണ് പറയുന്നത്. ഇപ്പൊ സ്വരം വ്യഞ്ജനം എന്ന് നമ്മൾ തിരിക്കുമ്പോഴ് വ്യഞ്ജനാക്ഷരങ്ങളില് ഇപ്പൊ നമ്മൾ ഖരം അധികരം മൃദു ഘോഷം എന്ന് പറഞ്ഞല്ലോ, ആ 5 അക്ഷരങ്ങളെ ക ഖ ഗ ഘ ങ ച ഛ ഛ അതിനെ ഖരം അധികരം മൃദു ഘോഷം എന്ന് പറയാ. അതിന്റെ താഴെയുള്ള യാ രാ ലാ വ അതിനെ ഊഷ്മാക്കൾ എന്ന് പറയും. അതിന്റെ താഴെയുള്ള ള ഴ റ ഇതിന് ദ്രാവിഡ മാധ്യമങ്ങൾ എന്ന് പറയാ. ഈ 3 എണ്ണം തമിഴ് ഭാഷയിലേ ഉള്ളൂ, ദ്രാവിഡ ഭാഷയിലേ ഉള്ളൂ. അപ്പോ അത് ഗ്രന്ഥയിൽ ഇല്ല ലിപി, അത് നമ്മൾ സ്വന്തം കയ്യിൽ നിട്ടതാ. അത് ഗ്രന്ഥാക്ഷരം ഗ്രന്ഥാക്ഷരത്തിൽ മലയാളം എഴുതുമ്പോ ഞാൻ അവിടെ പോയി വന്നപ്പോൾ എന്ന് എഴുതുമ്പോ ഞാൻ ള എന്നുള്ളത് ദ്രാവിഡ ള വേണം എഴുതാൻ. അതിനിടയിൽ ഒരു റ വന്നാൽ അല്ലെങ്കിൽ ഴ വന്നാൽ വഴി നടന്നു പോയി എന്നുള്ളത് വാ ഗ്രന്ഥയിൽ എഴുതി ഴ വട്ടെഴുത്തിൽ എഴുതി. ഇപ്പൊ നമ്മൾ ഇന്ന് ഗ്രന്ഥാക്ഷരത്തിൽ എഴുതുന്ന റായാണെങ്കിലും ഴായാണെങ്കിലും അത് ഇന്നത്തെ തമിഴിലത്തെ ലെറ്റർ തന്നെയാണല്ലോ ഓൾമോസ്റ്റ്. അത് ആ ഴ എന്ന് പറയുന്ന ലിപി അത് തുടങ്ങി ഇന്ന് വരെ ഒരേപോലെയാണ്. റാ അങ്ങനെയല്ല, റാ വ്യത്യാസമുണ്ട്. ഴ പണ്ട് തന്നെ ഉള്ളതാ.
ഇപ്പൊ നമ്മുടെ ഓക്കെ. ല എന്ന് എഴുതും. ല എന്ന് നമ്മൾ എഴുതുന്ന ലായല്ല. ഇപ്പൊ പല്ലവ എന്ന് നമ്മൾ എഴുതുമ്പോ പാ കഴിഞ്ഞ് ലാ ഇട്ടിട്ട് അതിന്റെ അടിയിൽ ഒരു സാധനം ഇടൂലേ, അതെ അത് ഒരു ലായാണ്. അതെ ആ അതെ അതെ. ല തമിഴിലല്ലേ? തമിഴ് ലായ. അതെ അതെ അത് അതെ. തമിഴ് ലായ മാത്രല്ല, വട്ടെഴുത്തിൽ ലായും അതാ. അതാണ് ഓക്കെ പാ ഓക്കെ. എന്നിട്ട് ലാ ഇട്ടിട്ട് ഒരു ലായും കൂടി ഇടാതെ ആ സിമ്പൽ ഇടുന്നത്, ല എന്നുള്ള ആ സാധനം ഇടുന്നത്. അതെ അതെ. പക്ഷെ നമ്മളത് പ്ലാവ് എന്ന് എഴുതുമ്പോഴും ആ അതേ ഇത് തന്നെ ഇടാറുണ്ടോ? അത് ആ ലാൽ ലകാരം. ആ സാധനമാണ് വട്ടെഴുത്തിലല്ല, ആ സാധനമാണ് തമിഴിലല്ല. അത് ആരംഭകാലം മുതൽ ഇന്ന് വരെയും ഓൾമോസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. രണ്ട് ഭാഷയിൽ ലിപിയിലും, തമിഴിലും ഇല്ല വട്ടെഴുത്തിലും ഇല്ല. ചില അക്ഷരങ്ങളൊക്കെ വ്യത്യാസം വരുള്ളൂ. എല്ലാ അക്ഷരങ്ങളും ഓരോ നൂറ്റാണ്ട് കഴിയുമ്പോൾ മാറില്ല. ഒരു അക്ഷരം കാ ചിലപ്പോ 15-ാം നൂറ്റാണ്ടിലാവും മാറുക. അതേപോലെ റാ ചിലപ്പോ മാറുന്നത് വേറെ നൂറ്റാണ്ടിലായിരിക്കും. അങ്ങനെ ഈ ഓരോ നൂറ്റാണ്ടിലും ഏതക്ഷരമാണ് വ്യതിയാനപ്പെട്ട് വരുന്നത് നോക്കിയാണ് ഒരു ലിഖിതം കാണുമ്പോ ഇത് 15-ാം നൂറ്റാണ്ട്, വേറെ ഒന്ന് കാണുമ്പോ ഇത് കണ്ടോ, ഇതിലത്തെ കാ കണ്ടോ, ഇത് 12-ാം നൂറ്റാണ്ട്, അങ്ങനെ പറയുന്നത്. പിടികിട്ടിയ? മനസ്സിലായി. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സാർ എന്നെ കേൾക്കാവല്ലോ? തീർച്ചയായിട്ടും കേൾക്കാം. ശരി. ഈ സാറ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എനിക്കൊരു കോള് വന്നിരുന്നു. അപ്പൊ എനിക്കത് കേൾക്കാം, അത് മുറിഞ്ഞു പോയിരുന്നു. ഈ കോലെഴുത്തും വട്ടെഴുത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്രിസ്ത്യൻസ് കോലെഴുത്താണ് ഉപയോഗിച്ചിരുന്നത് സാറ് പറഞ്ഞിരുന്നു. അതായത് വട്ടെഴുത്തും കോലെഴുത്തും തമ്മില് വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു വട്ടെഴുത്ത് 5-ാം നൂറ്റാണ്ടോടുകൂടി തമിഴ്നാടിന്റെ പടിഞ്ഞാറൻ പ്രദേശത്ത് നിന്ന് പോയി. 13-ാം നൂറ്റാണ്ടോടുകൂടി തമിഴ്നാടിന്റെ കിഴക്കൻ പ്രദേശത്ത് നിന്ന് പോയി. അത് എല്ലായിടത്തും നിന്നുപോയി തമിഴ്നാട്ടിലെ. എന്നാൽ കേരളത്തിൽ ഇത് 15-ാം നൂറ്റാണ്ട് വരെ നിലനിന്നു. അത് ക്ലിയർ ആയോ? പക്ഷെ 15-ാം നൂറ്റാണ്ട് വരെ നിലനിന്നു വെച്ചാലും ഇതില് ചില അക്ഷരങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു കുനിപ്പ് കൂടുക, അല്ലെങ്കിൽ ഒരു വര നീട്ടം കൂടുക, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ചില അക്ഷരങ്ങൾക്ക് വന്ന് 15-ാം നൂറ്റാണ്ടായപ്പോൾ എല്ലാ അക്ഷരങ്ങൾക്കും ധാരാളമായ വ്യത്യാസങ്ങൾ വന്ന് ആദ്യത്തെ വട്ടെഴുത്തിന്റെ അല്ലെങ്കിൽ ക്ലാസിക് വട്ടെഴുത്ത് എന്നൊക്കെ നമുക്ക് പറയാവുന്ന അതിന്റെ പ്രതാപകാലത്തുണ്ടായിരുന്ന രൂപത്തിൽ നിന്നും ഈ അക്ഷരങ്ങൾ വ്യത്യാസപ്പെട്ടു പോയി. അത് മനസ്സിലായോ? ആ ഒരു പരിപൂർണമായ മാറ്റം ഓൾമോസ്റ്റ് എല്ലാ അക്ഷരങ്ങൾക്കും വന്ന സമയത്ത് ഇതിനെ വിളിച്ചിരുന്ന പേരാണ് കോലെഴുത്ത്. ഈ വട്ടെഴുത്തും കോലെഴുത്തും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി പറയുന്നത്, വട്ടെഴുത്ത് കണ്ട ആന ചവിട്ടിയതുപോലെ ഇരിക്കും. അതായത് ഇപ്പൊ നമ്മുടെ പന്നി എന്ന് എഴുതുന്നതിനകത്ത് നാ ഉണ്ടല്ലോ, നാ, ഈ നായെ ഒന്ന് മറിച്ചിട്ടാൽ ഏത് രൂപത്തിലിരിക്കും അതേപോലെ. അപ്പൊ ആനയുടെ ചവിട്ടുമ്പോ ഈ നഖങ്ങൾ ഇങ്ങനെ കാണൂലേ, അതേപോലെ. അതുകൊണ്ട് വട്ടെഴുത്തിനെ ഗജവടിവ് എന്നാണ് പറയുന്നത്. കേക്കാവോ സാറേ? കേക്കാം. എന്നാൽ കോലെഴുത്തിനെ മാർജാര വടിവ്, അഥവാ പൂച്ചയുടെ, ഈ പൂച്ച ഈ പട്ടീനെയൊക്കെ തല്ലുമ്പോ കണ്ടുകൂടെ, കൈപ്പത്തി ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോ ഈ നഖങ്ങളൊക്കെ പുറത്ത് നിൽക്കും. അതുപോലെയാണ് കോലെഴുത്തിന്റെ ആകൃതി എന്ന് പറയുന്നത്. അത് നമ്മളിത് പേര് മനസ്സിൽ വെക്കുക. വട്ടെഴുത്തിനെ ഗജവടിവ് എന്നാണ് പറയുന്നതെന്നും കോലെഴുത്തിനെ മാർജാര വടിവ് എന്നും പറയുന്നുണ്ട് എന്നുള്ള പേര് നമ്മൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ലിപികൾ പഠിക്കുമ്പോൾ അതിനെ നോക്കുക. അപ്പോൾ ശരിക്കും മനസ്സിലാവും ഈ പറഞ്ഞത് നേരാണെന്ന് മനസ്സിലാവും. ഒന്ന് ഗജവടിവും ഒന്ന് മാർജാര വടിവും ആണെന്ന് മനസ്സിലാവും. ക്രിസ്ത്യൻസ് പണ്ട് കാലത്ത് വട്ടെഴുത്ത് ഉപയോഗിച്ചിരുന്നില്ല എന്ന് ഇതിനർത്ഥമില്ല. ആ കാലത്ത് നിന്ന് ആ കാലഘട്ടത്തേതായിട്ട് ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നും നമുക്ക് കിട്ടുന്നത് 3 റെക്കോർഡ്സേ ഉള്ളൂ. ഒന്ന് തരിസാപ്പള്ളി ചെപ്പേട്, കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ചെപ്പേടായ തരിസാപ്പള്ളി ചെപ്പേട്. 2 ഇരവികുർത്തൻ ചെപ്പേട്, അത് 13-ാം നൂറ്റാണ്ടിലുള്ളതാണ്. ഇത് കൂടാതെ നമ്മുടെ പുതുക്കാടിന് കിഴക്കുവശത്തുള്ള
പള്ളി താഴേക്കാട് പള്ളിയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു ലിഖിതം. ഈ 3 ഇന്ന് വരേക്കും നമുക്ക് ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നും കിട്ടിയിട്ടുള്ള രേഖകൾ. ആ സമയത്തും അവരും വട്ടെഴുത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ കല്ലിൽ പോയത് അല്ലെങ്കിൽ ചെമ്പിലേക്ക് പോയ രേഖകൾ എന്ന് പറയുന്നത് ഈ 3 ഉള്ളൂ. എന്നാൽ പിൽക്കാലത്തുള്ള 15-ാം നൂറ്റാണ്ട് മുതലുള്ള ധാരാളം രേഖകള് ഓലയിലുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും പഴക്കം കാണുന്നത് ടൂം സ്റ്റോണുകളാണ്. നമ്മൾ പറഞ്ഞല്ലോ. ശരി സാർ, വേറെന്താ സാറേ? ഇല്ല, ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ഈ കോലെഴുത്ത് അപ്പോൾ എക്സ്ക്ലൂസീവ്ലി മലയാളമാണല്ലോ. അതായത് തമിഴ് എഴുതാൻ കോലെഴുത്ത് ഉപയോഗിച്ചിട്ടില്ല. അത് നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറ് ഇവോൾവ് ചെയ്തതാണ്. ആണ്. അത് കേരളത്തിലുള്ളവരല്ലാതെ ആർക്കും ആ ലിപി അറിയത്തുമില്ല. ഇന്നിപ്പോ പഴയ ലിഖിതങ്ങളെ, തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന വട്ടെഴുത്ത് ലിഖിതങ്ങളെയൊക്കെ വായിക്കാൻ മൈസൂരുള്ള ഇതിന്റെ ഇതുണ്ട്, എപ്പിഗ്രാഫി പഠിക്കുന്ന എപ്പിഗ്രാഫിയുടെ ഒരു സ്ഥാപനമുണ്ട്. ഇന്ത്യയിൽ എവിടെ നിന്നെങ്കിലും ഒരു കല്ലിലുള്ള എഴുത്ത് കണ്ടു കിട്ടിയാൽ അത് വായിച്ച് പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പൊ അതിന് തമിഴ്നാട്ടിൽ നിന്ന് 3-4 ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കും വട്ടെഴുത്ത് അവർ വായിക്കുമെന്നല്ലാതെ കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ ലിപിയായ ഈ കോലെഴുത്ത് അവരാരും വായിക്കില്ല. വട്ടെഴുത്ത് വായിക്കുന്നവര് കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്. പക്ഷെ കോലെഴുത്ത് അറിയാവുന്നവരും വായിക്കുന്നവരും കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതില് നിങ്ങളിപ്പോ തന്നെ പറഞ്ഞതുപോലെ അതിൽ മലയാളം മാത്രമേ എഴുതിയിട്ടുള്ളൂ. തമിഴ് എഴുതാതുകൊണ്ട് തീർച്ചയായിട്ടും തമിഴ് എഴുതാം, കാരണം തമിഴിലുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ കോലെഴുത്തിൽ കിട്ടുന്ന രേഖകളൊക്കെ മലയാളം രേഖകളാണ്. വട്ടെഴുതിലുള്ളത് തമിഴും ഉണ്ട്, മലയാളമുണ്ട്. മലയാളം ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് തമിഴ് കലർന്ന മലയാളമായിരിക്കും. ഞാൻ തമിഴ് പഠിക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം അതിൽ പറയണ കാര്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ തമിഴ് പഠിക്കണം. ഇപ്പോ 5 പറയി അട്ടിക്കൊൾവിതു എന്ന് പറഞ്ഞാൽ അത് തമിഴാണത്. 5 പറ കൊണ്ട് തന്നോണമെന്നാണ് ഈ പറയണത്. നമുക്കിപ്പോ കിട്ടുന്ന വട്ടെഴുത്ത് രേഖകളെല്ലാം ഈ പറഞ്ഞ ആധാരങ്ങളാണ്. അതല്ലാതെ അതിലെഴുതിയ കഥകളോ കവിതകളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പറഞ്ഞു കേൾക്കുന്നു, രാമചരിതം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. ആ കൃതി എഴുതിയിട്ടുള്ളത് മലയാളത്തിൽ എഴുതിയ കുറെ ഓലകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 4-5 കോപ്പീസ് കിട്ടിയിട്ടുണ്ട്. രാമചരിതം, ശ്രീരാമന്റെ കഥ. പക്ഷെ വട്ടെഴുത്തിൽ എഴുതിയ ഒരു രാമചരിതവും ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് തിരുവനന്തപുരം മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി ഉണ്ട്. അവരതാരെയും കാട്ടിത്തരില്ല, അവിടെ എടുത്തു വെക്കുകയുള്ളൂ. ഉണ്ടെന്ന് എനിക്കറിയാം. അത് വട്ടെഴുത്താണെന്നാണ് അവർ പറയുന്നത്. കോലെഴുത്താണോ എന്ന് അറിയില്ല. നമ്മൾ കണ്ടാലേ പറയാൻ നോക്കുള്ളൂ. ഓക്കെ സാർ, ജനറൽ ആയിട്ട് ഒരു ഡൗട്ട് കൂടെ. അതായത് ഇപ്പം നമ്മൾ വട്ടെഴുത്തിലൊക്കെ കാണുന്ന, അല്ലെ കോലെഴുത്തിലാണെങ്കിലും കാണുന്ന ഒരു ഭാഷ അന്നത്തെ ഒരു വ്യവഹാര ഭാഷ ആയിരുന്നു. അതിനെപ്പറ്റി നമുക്ക് വല്ല സൂചനകളും ഉണ്ടോ? അതായത് നമുക്ക് അതിനെപ്പറ്റി അത് അങ്ങനെയാണെന്നോ അങ്ങനെയല്ല എന്നോ നിശിതമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാം, കാസർഗോഡുള്ള മലയാളമല്ല തിരുവനന്തപുരത്തുള്ളത്. കേരളത്തില് തെക്കുന്ന് വടക്കോട്ട് അല്ലെങ്കിൽ വടക്കുന്ന് തെക്കോട്ട് പോകുമ്പോൾ 14 ജില്ലകളിൽ ചുരുങ്ങിയത് ജില്ലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല 14 വെറൈറ്റി എങ്കിലും ഉണ്ടാവും. ഇതില് സുരാജ് വെഞ്ഞാറമൂട് സംസാരിക്കുന്ന ഭാഷ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത് തിരുവനന്തപുരത്തെയാണെന്ന്. കാരണം നിങ്ങൾക്ക് അതും പരിചയമുണ്ട്. തൃശ്ശൂരത്തെ എൻ്റെ ഭാഷയും പരിചയമുണ്ട്, കോട്ടയത്തുള്ള നിങ്ങളുടെ ഭാഷയും പരിചയമുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് കോട്ടയംകാരനാണ്, അല്ലെങ്കിൽ ഇത് ആലുവക്കാരനാണ് എന്ന്, അല്ലെങ്കിൽ കടൽ തീരത്തുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്കിപ്പോ ഈ ഓലയിൽ നിന്ന് കിട്ടുന്ന സംഗതികളുണ്ടല്ലോ, വായിക്കാൻ മാത്രം പറ്റുന്ന ഭാഷ, കേട്ട് നമുക്ക് പരിചയമില്ലാത്ത ഭാഷ, ഇതിനെ ആ ഒരു വായന കൊണ്ട് മാത്രം ഇത് വ്യത്യാസപ്പെട്ടതാണ് എന്ന് നമ്മളെങ്ങനെ പറയും? നമ്മളിതൊന്നും കേട്ടിട്ടില്ല, ഇവരാരും സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാവും. ഇന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഓഫീസിലുള്ള എഴുത്തുകാർ കൊണ്ടുവരുന്ന മറ്റൊരു ഓഫീസിലുള്ള ആള് കൊണ്ടുവരുന്ന ആധാരവും തമ്മിൽ ചിലയിടങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ അതിർത്തി എന്ന് ഇവിടെയുള്ളവർ എഴുതുമ്പോ അത് കോട്ടയം ഭാഗത്തുനിന്ന് കൊണ്ടുവരുന്ന ആധാരത്തിലാണെങ്കിൽ എലുക എന്ന് എഴുതുക. അപ്പൊ ആ വ്യത്യാസം ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ
മനസ്സിലാവൂല. അപ്പൊ ഇന്നാള് മലപ്പുറം ഭാഗത്തു നിന്നുള്ള ഒരു 1700 ഒരു ഓല കണ്ടേ. അപ്പൊ അതില് തന്റെ തൊമ്മ്, അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താ തന്റെ തൊമ്മ് എന്ന് പറയുന്നത്. അവര് തൊമ്മ് എന്ന് പറഞ്ഞ മുതൽ എന്നാണ് അർത്ഥം. ഓക്കെ. തന്റെ മുതൽ ഇത്ര ഒരു പറക്ക് വിറ്റു എന്നാണ് എഴുതിയിരിക്കുന്നത്. തന്റെ തൊമ്മ്. എനിക്കത് ആദ്യം പിടികിട്ടിയില്ല. ഒരാൾ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ആ തൊമ്മ് എന്ന് പറഞ്ഞ മുതൽ എന്നാണുള്ളത്. ഇത്തരം വ്യത്യാസങ്ങൾ, പ്രാദേശികമായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ടാവും. അന്നത്തെ എഴുത്ത് ഓലകളിൽ അത് കയറിയിട്ടും ഉണ്ടാവും. നമുക്കത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണം, അത്രയും പരപ്പിൽ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോഴേ ഇത് പ്രാദേശികമായ ഒരു വ്യതിയാനമാണെന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ. അതൊക്കെ ഗവേഷകർക്ക്, നല്ല സീനിയർ ആയ ആൾക്കാർക്ക് ഒക്കെ ചിലപ്പോൾ സാധിച്ചു എന്ന് വരും. ഓക്കെ, താങ്ക് യു. നന്ദി. ഇനി ചോദ്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അവസാനത്തിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മള് ഒരു 15 മിനിറ്റത്തെ ഒരു അഭിമുഖ സംഭാഷണമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ 1 മണിക്കൂർ നമ്മൾ കിട്ടു. തീർച്ചയായും ഈ ക്ലാസിന്റെ ഒരു മികവ് തന്നെയാണ്. നമ്മൾ ഇത്രയും ഗംഭീരമായ ഒരു പ്രഭാഷണമോ ഒരു ക്ലാസ്സോ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഫോർമലായ ഒരു പരിചയപ്പെടുത്തലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരും ഇത്ര താല്പര്യത്തോടെ ഈ 1 മണിക്കൂർ വളരെ സസൂക്ഷ്മം എല്ലാവരും ശ്രവിക്കുന്നുണ്ടായിരുന്നു. അതും വിട്ടുപോയ ഭാഗങ്ങൾ വരെ ഓരോരുത്തരും ഇത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം സന്തോഷ് സാറിന് ഏറ്റവും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എല്ലാവർക്കും രേഖപ്പെടുത്തുന്നു. സാറിന്റെ ക്ലാസ്സുകൾ തുടർന്നുണ്ടാവും. ആദ്യം നമ്മൾ തമിഴിന്റെ ലോകത്തേക്കായിരിക്കും ആദ്യം പ്രവേശിക്കുന്നത്. അടുത്ത ഞായറാഴ്ച മുതൽ 2 മണി മുതൽ നമ്മൾ 2 മണിയല്ല 3 മണി മുതൽ നമ്മൾ വട്ടെഴുത്തിന്റെ ക്ലാസ്സിലേക്ക് ഫോർമലായിട്ട് പ്രവേശിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമുക്ക് പിരിയാം. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കാം. ജോസ് കുട്ടി സാർ നന്ദി. എല്ലാരെയും പരിചയപ്പെടുത്തി സൗഹൃദം ഉണ്ടാക്കി തന്നതിന്. തമിഴ് നിങ്ങൾ എല്ലാരും തീർച്ചയായിട്ടും പഠിക്കണം. എന്നാലാണ് നമുക്ക് വട്ടെഴുത്തിന്റെ അതിന്റെ എല്ലാ ആസ്പെക്റ്റിലും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റൊന്ന്, ഡീറ്റെയിൽ ആയി പോകുമ്പോഴേ നമുക്ക് ഇതിൽ ഓരോ നൂറ്റാണ്ടിലും ഇതിലെ ഓരോരോ അക്ഷരങ്ങൾക്കും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും മനസ്സിലാവുള്ളൂ. പ്രാഥമികമായിട്ട് നമ്മൾ വട്ടെഴുത്ത് എന്ന് പറഞ്ഞ് പഠിക്കുക. അതിന്റെ ന്യൂവൻസസിലേക്ക് കാലക്രമേണ നമ്മൾ ചെല്ലുള്ളൂ. അത് നമ്മുടെ താല്പര്യവും പ്രയത്നവും പോലെയാണ് ഇരിക്കുക. ബേസിക് ആയിട്ട് എന്തായാലും തമിഴ് പഠിക്കുക. ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി. ബൈ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. പിരിയാം. ഓക്കെ.